ഇനി പ്രിൻസിപ്പൾ 7 ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ 6p ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? അപ്പോൾ 600 ആണ് എടുക്കേണ്ടത്. അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എന്തെന്ന് കൊടുത്തത്? എക്സ് എന്താണ് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൊത്തം ഉള്ളത് 15,600 rupees ആണ് എൻ്റെ കയ്യിൽ മൊത്തം ഉള്ളത്. ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ബേസ് പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഫോർ 20 years ഈസ് 3/5 ഓഫ് ദ സം. വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാ? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഫോർ 20 years, 20 വർഷം കൊണ്ട് എന്തായി? ഈസ് 3/5 ഓഫ് ദ സം, അതായത് സമ്മിൻ്റെ 3/5 പോർഷൻ ആയി എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തുവാ ഈ 3/5 എന്ന് പറഞ്ഞാൽ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3/5 എന്ന് പറഞ്ഞാൽ എന്തുവാ? 3/5 ഓഫ് ദ സം, അതായത് ഒരു സം ഉണ്ടായിരുന്നു, അതിനെ 5 പീസായിട്ട് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തതിൽ 3 പീസായിട്ട് മാറി ആര്? നമ്മുടെ ഇൻട്രസ്റ്റ് 20 വർഷം കൊണ്ട്. അതായത് 5 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 3 രൂപ 20 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. ഇതാണ് സംഭവം. അതായത് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഫോർ 20 years 3/5 ഓഫ് ദ സം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 5 ആണ്, നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 3 ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ 5 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 3 രൂപ കിട്ടിയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ആണ്. നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 20 ഈക്വൽ ടു നമുക്ക് 60% എന്ന് കിട്ടി. ഇത് ഓപ്ഷൻ എയിൽ കാണും, എഴുതരുത്, തെറ്റാണ്. എന്താണ് തെറ്റ്? ഇത് എത്ര വർഷത്തേക്കുള്ളതാണ്? 20 വർഷം കൊണ്ടാണ് ഈ 60% കിട്ടിയത്. 20 വർഷം കൊണ്ട് 60% കിട്ടിയാൽ ഒരു വർഷത്തേക്കുള്ള പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ 60/20 എത്രയായിരിക്കും? 3%. 60% അതിന് എത്ര കൊണ്ട്? 60% എന്ന് പറയുന്നത് 20 വർഷത്തെ പലിശ നിരക്കാണ്. 20 വർഷത്തെ പലിശ നിരക്ക് 60% ആണെങ്കിൽ ഒരു വർഷം എത്രയായിരിക്കും? 3%. ഒരിക്കൽ കൂടി പറയും, ശ്രദ്ധിച്ചിരുന്നോളൂ. എന്താ പറഞ്ഞത്? നമ്മളൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൾ ഡെപ്പോസിറ്റ് ചെയ്തു, അത് 3/5 ഓഫ് ദ സം ആയി മാറി. എത്ര വർഷം കൊണ്ട്? 20 years കൊണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഒരു ഫ്രാക്ഷനാണ് നമുക്ക് തരുന്നത് എങ്കിൽ 3/5 ഓഫ് ദ സം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന 5നെ എന്തായി കാണുക? പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സമ്മായിട്ട് കാണുക. ഇനി ന്യൂമറേറ്റർ എന്ന് പറയുന്ന 3നെ അത് ഇൻട്രസ്റ്റ് ആയിട്ട് കാണുക. അതായത് 3/5 ഓഫ് ദ സം ഇൻട്രസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സമ്മിനെ, മൊത്തം സം ഇപ്പോൾ 500 ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ. ഇതിനെ എത്ര പീസായിട്ട് കട്ട് ചെയ്തു? 5 പീസായിട്ട് കട്ട് ചെയ്തു. 5 പീസായിട്ട് കട്ട് ചെയ്തതിൽ 3 പീസ് എത്ര? 300 രൂപയായി ഇൻട്രസ്റ്റ് എന്നാണ് ഈ ചോദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 5 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 3 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. എത്ര വർഷം കൊണ്ട്? 20 വർഷം കൊണ്ട്. അപ്പോൾ 5ന് 3 ആണെങ്കിൽ ഇൻറ്റു 100 നമ്മൾ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ എത്ര? 20 എന്ന് കിട്ടി. 60% ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇത് എത്ര വർഷത്തേക്കാണ്? 20 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 60% എന്ന് പറയുന്ന സാധനം. അപ്പോൾ 20 വർഷത്തേക്ക് 60% ആണ് എങ്കിൽ ഒരു വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ, അതാണ് ശരിക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 60/20 ഈക്വൽ ടു 3% ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എ സർട്ടൈൻ സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു 12,600 in 2 years and 16,200 in 4 years. The rate percentage per annum is dash. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. എ സർട്ടൈൻ സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു
അതായത് കുറച്ച് പൈസ ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രിൻസിപ്പളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, കുറച്ച് കാശ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷമായി. 2 വർഷമാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഫസ്റ്റ് ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടണം, സെക്കൻഡ് ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടണം അല്ലേ. 2 സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടണ്ടേ. അതായത് എന്താണ്, 2 വർഷമാകുമ്പോൾ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയ 2 സിമ്പിൾ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടും. ഓക്കെ, അതായത് ഞാൻ കുറച്ച് പൈസ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ആയപ്പോഴത്തേക്ക് 12,600 ആയി. 2 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ കൂട്ടത്തിൽ എനിക്ക് എന്തും കൂടെ കിട്ടണം, 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കിട്ടണം. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12,600 ആണ് അല്ലേ. ഓക്കെ, അതവിടെ മാറി നിൽക്കട്ടെ. ഇനി എന്താ, ഇൻ 4 ഇയേഴ്സ് 4 വർഷം കൊണ്ട് 16,200 ആയി. അതായത് പ്രിൻസിപ്പളും എത്ര വർഷത്തെ, 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ചേരുമ്പോൾ 16,200 എന്ന് പറയാം. അപ്പോൾ ഈ പ്രിൻസിപ്പളും 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെയാണ് ഈ കാണുന്ന സാധനം. ഇത് പ്രിൻസിപ്പളും 4 വർഷത്തെ ഇൻട്രസ്റ്റും കൂടെയാണ് ഈ കാണുന്ന സാധനം. ഇത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പിയും രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്ത പിയും, ആ പി എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. ആ സർട്ടൈൻ സമ്മ തന്നെയാണ് 2 വർഷം കൊണ്ട് 12,200. അതേ സമ്മ തന്നെയാണ് 4 വർഷം കൊണ്ട് 16,200 ആയത്. അങ്ങനെയാണ് എങ്കിൽ നോക്കിക്കേ, ഇതിൻ്റെ ഡിഫറൻസ് ആക്ച്വലി എന്തുമായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് പിയും പി ഇപ്പോൾ നമ്മൾ നോക്കണ്ട. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇത് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഈ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാ സംഭവം? ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുത്താൽ മതി. 16,200 നിന്ന് എന്താ മതി, 16,200 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി, 12,600 മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ആയിട്ടോ നമുക്ക് നോക്കാം, 0 0 12 6, ഇവിടെ വന്നിട്ട് 5 ആണ്, 5 ആകുമ്പോൾ 3,600 അല്ലേ. 3,600 എന്നാണ്, 3,600 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിരിക്കുന്നത്. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 3,600. ഇപ്പോൾ നോക്കിയേ, 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 3,600 എങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 3,600/2 1,800 ആണ് 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താ ചോദിച്ചേക്കണ, ഫൈൻഡ് ദ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം. റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം അറിയണമെങ്കിൽ പ്രിൻസിപ്പൾ എത്രയെന്ന് അറിയണം. പ്രിൻസിപ്പൾ എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് 1,800 എന്ന് കിട്ടി. അത് കിട്ടിയത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് 1,800 ആണ് എങ്കിൽ പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാം. അതായത് പ്രിൻസിപ്പളും 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ചേരുമ്പോഴാണ് 12,600. പ്രിൻസിപ്പൽ പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ 3,600 എന്ന് എനിക്ക് കിട്ടി, സമം 12,600. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഈക്വൽ ടു 12,600. ഇത് അപ്പുറത്ത് പോകുമ്പോൾ 3,600 ആയി. എന്ത് കിട്ടി? 9,000 രൂപയാണ് ശരിക്കുള്ള പ്രിൻസിപ്പൾ എന്ന് പറയാം. അപ്പോൾ ശരിക്കുള്ള പ്രിൻസിപ്പൾ എന്തുവാ? 9,000 രൂപയാണ് ശരിക്കുള്ള പ്രിൻസിപ്പൾ. ശരിക്കുള്ള പ്രിൻസിപ്പൾ 9,000 രൂപയാണ് എങ്കിൽ 9,000 രൂപയ്ക്ക് 1 വർഷം 1,800 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. 9,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. 1 വർഷം എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 1,800 ആണ് കിട്ടുന്നത്. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 കൊടുത്താൽ മതി. എന്ത്? 2 0 പോയി, 2 0 പോയി, ഇവിടെ നിന്നൊരു 0 പോയി, ഇവിടെ നിന്നൊരു 0 പോയി. 9 18 കൂടി 2, ആൻസർ എത്ര? 20% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഒരിക്കൽ കൂടി, വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടി കേട്ടോ, ഒന്ന് ഓടിച്ച് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഓടിച്ച് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രിൻസിപ്പിൾ നോക്ക്, ലെൻഡ് ഔട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു എന്താണ്? 12,600. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ചേരുമ്പോൾ 12,600 ആണ്. ഇനി അടുത്ത പ്രിൻസിപ്പിളും എന്താണ് ഇങ്ങനെ എഴുതാം, പ്രിൻസിപ്പിളും 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ എത്ര? അത് 16,200 ആണ്. ഇനി നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 2 സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,600 ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിട്ട് എന്ത് കിട്ടും? നമുക്ക് 3,600നെ 2 കൊണ്ട് ഭാഗിച്ചു. എന്തുകൊണ്ടാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ കാലത്തും എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും ഫോർത്ത് ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ കാലത്തും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ആവാത്തടത്തോളം കാലം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1,800 എന്ന് കിട്ടി.
ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൾ പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ആരായി മാറുന്നത്? 12,600 മാറുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മളിലുണ്ട്. എത്രയുണ്ട്? 3,600 ഉണ്ട്. 12,600 എഴുതി. പ്രിൻസിപ്പൾ ഈക്വൽ ടു 12,600 മൈനസ് 3,600 നമ്മൾ ചെയ്യുമ്പോൾ 9,000 രൂപയാണ് ആരെന്ന് കിട്ടി? പ്രിൻസിപ്പൾ എന്ന് കിട്ടി. 9,000 രൂപ പ്രിൻസിപ്പൾ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 9,000 രൂപയ്ക്ക് എത്രയാണ്? 1,800 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 9,000 രൂപയ്ക്ക് 1,800 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്ത് കൊടുത്താൽ മതി. 2 പോയി. ആൻസർ എത്ര? 20% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റും. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ എ സം ഓഫ് മണി ബിക്കംസ് 7 times in 16 years at a simple interest per annum. Find the per annum rate of interest എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ the sum of money becomes 7 times in 16 years. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഫൈൻഡ് ദ പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് കട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് ചിലപ്പം ഈ ചോദ്യം മാറി നമ്പർ ഓഫ് ഇയേഴ്സ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഒരു 5 മിനിറ്റിൽ ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആവണം. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ നോക്കിയിരിക്കണം. ഇപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ചിലപ്പോൾ എന്താവാം? 2p എന്ന് പറയാം. അതായത് ട്വൈസ് ഓഫ് ദ പ്രിൻസിപ്പൾ ആയി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ ഇരട്ടിയായി. ഇവിടെ എന്താണ്? ഇവിടെ 7 times ആണ് ആയത് കേട്ടോ. അപ്പോൾ ഒരു പ്രിൻസിപ്പൾ ചിലപ്പോൾ 2p എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 3p എന്നാണ്, 3 times ആവാം. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 4p ആവാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 5p ആവാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 10p ആവാം. അങ്ങനെ എന്തുകൊണ്ടും സംഭവിക്കാമല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയി എന്ന് പറയും. ഇപ്പം നോക്കിയേ, സം ഓഫ് മണി ബിക്കം 7 times in 16 years. അപ്പോൾ ചിലപ്പോൾ എന്ത് തരും? നമ്പർ ഓഫ് ഇയേഴ്സ് തരും. നമ്പർ ഓഫ് ഇയേഴ്സ് തരും. ഇയേഴ്സ് തന്നു കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നാൽ ആര് ചോദിക്കും? നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിക്കും. ഏത് വേണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുക്കാൻ പോകുന്ന വാല്യൂ എടുക്കുന്നതിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് P2p എന്ന് പറഞ്ഞാൽ ഒരു P ആണ് ഇവിടെ ഇൻക്രീസ് ആയത്. ഒരു P ഇൻക്രീസ് ആയാൽ 100 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ഒരു P ഇൻക്രീസ് ആയാൽ എന്തെടുക്കുക? 100 എന്ന് പറയുന്ന നമ്പർ. ഇപ്പം P3p എന്ന് പറഞ്ഞാൽ 2 P ഇൻക്രീസ് ആയി. അപ്പോൾ അവിടെ എടുക്കുക 200 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. P എന്ന് പറയുന്നത് 4p എന്ന് പറഞ്ഞാൽ അവിടെ 3 P ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്തെടുക്കുക? 300 എടുക്കുക. അപ്പോൾ P5p എന്ന് പറഞ്ഞാൽ അവിടെ എന്തെടുക്കുക? അവിടെ 400 എടുക്കുക. അപ്പോൾ P എന്ന് പറയുന്നത് 10p എന്ന് പറഞ്ഞാൽ അവിടെ എന്തെടുക്കുക? 900 എടുക്കുക. ഈ നമ്പർ എടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഒരു പ്രിൻസിപ്പളെ ഇരട്ടിയായി എന്ന് പറയുമ്പോൾ ഒരു P ആണ് ഇൻക്രീസ് ആയത്. അവിടെ എന്ത് എടുക്കാവൂ? 100 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. നമ്പർ എടുക്കുന്നതിലാണ് കാര്യം. അടുത്ത P എന്ന് പറയുന്നത് 3p എന്ന് പറഞ്ഞാൽ എത്ര P ഇൻക്രീസ് ചെയ്തു? 2 P ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ എന്തെടുക്കുക? 200. ഇനി പ്രിൻസിപ്പൾ 7 times ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ 6p ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? അപ്പോൾ 600 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കണം, 100/6 ചെയ്താൽ n കിട്ടും. ഇവിടെ 200/6 ചെയ്താൽ n കിട്ടും. 300/6 ചെയ്താൽ n കിട്ടും. ഇതിൻ്റെ ബൈ 6 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? n ആണ് കിട്ടാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് അടുത്തത്. ഇപ്പോൾ 100/n ആണ് ചെയ്താൽ 6 കിട്ടും. ഇപ്പോൾ 200/n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. അടുത്ത 300/n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. അടുത്തത് 400/n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. അടുത്ത 900/n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. എന്താണോ തന്നിരിക്കുന്ന സാധനം കൊണ്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പ്രിൻസിപ്പള് എത്രയായി? 10p ആയിട്ട് മാറി. ഒരു പ്രിൻസിപ്പൾ 10p ആയിട്ട് മാറി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്.
എത്ര വർഷം കൊണ്ട് 10p ആയി എന്നുള്ളതാണ്. പ്രിൻസിപ്പൾ 10p ആയി എത്ര വർഷം കൊണ്ട്? അപ്പോൾ എത്ര? 9p ആണ് ഇൻക്രീസ് ചെയ്തത്. 900/10 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 90 ഇയർ എടുത്തു. 90 വർഷം കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇത് എന്താണ് 10p ആയി മാറിയത്. ഇപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഒരു പ്രിൻസിപ്പിൾ p എന്ന് പറയുന്നത് 5p ആയിട്ട് വേണ്ട 6p ആയിട്ട് മാറി. പ്രിൻസിപ്പിൾ എന്തായി? 6 ടൈംസ് ഓഫ് എന്താണ് പ്രിൻസിപ്പിൾ ആയി മാറി. ഓക്കെ, എത്ര വർഷം കൊണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു 10 ഇയർ കൊണ്ടായെന്ന് വിചാരിച്ചോ. 10 ഇയർ കൊണ്ടായി. എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ പി ആകുമ്പോൾ എത്ര ഇടും? 500 എടുക്കും അല്ലേ. 500 ബൈ എന്ത് റേറ്റ് ഓഫ് എന്താണ് 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 50%. അപ്പോൾ ഈ ഇൻക്രീസ് ആവുന്ന കാര്യവും അറിഞ്ഞിരിക്കണം. എന്താണോ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്താണോ വേണ്ടിയത് തന്നിരിക്കുന്ന സാധനം കൊണ്ട് നമ്മൾ എന്താണ് എടുക്കുന്ന വാല്യൂവിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റും? നമുക്ക് വർഷത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണാതെ ഒന്നും പഠിക്കരുത്. ഈ സംഭവം നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കരുത്. എന്താ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു പ്രിൻസിപ്പൾ ഞാൻ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. എത്രയോ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി? അതൊരു 8p ആയി മാറി. 8 മടങ്ങായി മാറി അല്ലേ. അതായത് നമ്മുടെ പ്രിൻസിപ്പളിന്റെ 8 മടങ്ങായിട്ട് മാറി. അതായത് p 8p ആയി. അതായത് എത്ര p ഇൻക്രീസ് ആയി? 7p ഇൻക്രീസ് ആയി. 7p ഇൻക്രീസ് ആകുമ്പോൾ എത്ര എടുക്കണം? അവിടെ 700 ആണ് എടുക്കേണ്ടത്. എന്താണോ തന്നിരിക്കുന്നത് 700 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ 700നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ ആരെ കിട്ടണം? നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടണം. അത്ര സിമ്പിളായിട്ട്, അത്ര വളരെ പെട്ടെന്ന്, അത്ര ഷോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. എ സം ഓഫ് മണി ബിക്കം 7 ടൈംസ് ഇൻ 16 ഇയേഴ്സ്. അപ്പോൾ 7 ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, അതെന്തായി? 7p ആയിട്ട് മാറി. 7 ടൈംസ് ഇറ്റ് സെൽഫ് ഇൻ എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 16 ഇയേഴ്സ്. എത്ര വർഷം കൊണ്ട്? 16 വർഷം കൊണ്ട് 7 ടൈംസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോ p 7p ആവണമെങ്കിൽ എത്ര p ഇൻക്രീസ് ആണോ? അവിടെ 6p ആവണം. 6p എടുക്കണം. 6p എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 600 ബൈ എത്ര? 16 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ആൻസർ. എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 300/8 ഒന്നുകൂടെ ചെയ്യാം. എത്ര കിട്ടും? 150/4 ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. 75/2 എത്രയായിരിക്കും? 37.5% ആണ് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. കണ്ട, ഈസി ആയിട്ട് പട്ടക്കനെ അടിക്കാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അടിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. നോക്കാം, p എന്ന് പറയുന്നത് എന്തായി? 10p 10 വേണ്ട, വേറൊരു നമ്പർ എടുക്കാം. 20p ആയി. p എന്ന് പറയുന്നത് എന്ത് ചെയ്തു? 20p ആയി. എത്ര വർഷം കൊണ്ട്? 190 ഇയർ കൊണ്ടാണ് ആയത്. 190 ഇയർ കൊണ്ടായി. എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. p എന്താണ്? 20p ആവണമെങ്കിൽ 90p അതായത് ഇൻക്രീസ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര എടുക്കണം? 1900 അത്ര എടുക്കണം അല്ലേ. ബൈ എത്ര അല്ലേ? ബൈ എത്ര കൊടുക്കണം? 190 നമ്മൾ ചെയ്യുന്നു. 00 പോയി. പിന്നെന്താണ് ബാക്കി നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 10% ആണ് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ആ മെത്തേഡ്. ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പറയാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ്. ഇൻ ഹൗ മെനി ലീസ്റ്റ് നമ്പർ ഓഫ് കംപ്ലീറ്റ് ഇയർ, നമുക്ക് ലീസ്റ്റ് നമ്പർ ഓഫ് കംപ്ലീറ്റ് ഇയർ വിൽ എ സം ഓഫ് മണി ബിക്കംസ് മോർ ദാൻ 4 ടൈംസ് ഓഫ് ഇറ്റ് സെൽഫ് അറ്റ് ദ റേറ്റ് ഓഫ് 14% per annum ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു പ്രിൻസിപ്പിള് എത്രയാണ്? മോർ ദാൻ 4 ടൈംസ്, 4pക്ക് കൂടുതലാവണം. അതിനെത്ര ഏറ്റവും കുറഞ്ഞ എത്ര കംപ്ലീറ്റ് ഇയർ എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പിള് 4 മടങ്ങായി മാറി. 4 മടങ്ങായി മാറാൻ അല്ലെങ്കിൽ 4 മടങ്ങിനേക്കാൾ കൂടാൻ എത്ര പൂർണ്ണ വർഷങ്ങൾ, എത്ര കംപ്ലീറ്റ് ഇയർ എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 14% തന്നിട്ടുണ്ട്. അപ്പോൾ p 4p ആകണമെങ്കിൽ അവിടെ 3p ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര എടുക്കും? 300/14 ആണ് നമ്മൾ ചെയ്യുന്നത്. 300/14 നമ്മൾ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? 150/7 ആണ് അല്ലേ. 150/7 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എത്ര കിട്ടും നോക്കാം. 150/7
2, 14, 1, 10, 1, 21.4 സംതിങ് എന്ന് എടുക്കും. 20 അല്ലേ, 21 പോയിന്റ് സംതിങ് ആണ് ഇവിടെ വരുന്നത്, 21.4 സംതിങ് ആണ് വരുന്നത്. പക്ഷേ ആൻസർ നമുക്ക് നോക്കാം. ഇതിന്റെ ഓപ്ഷൻ എന്തായിരിക്കും അറിയാമോ? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 23. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ടായിരിക്കും. എന്താണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 21.4 വർഷമാകുമ്പോൾ മാത്രമേ ഇത് 4 മടങ്ങ് ആവുകയുള്ളൂ. 4 മടങ്ങാവാൻ 21 എന്ന് പറയുന്ന പൂർണ്ണവർഷം എടുത്ത് 21 വർഷം വെറും 21 ആണെങ്കിൽ എന്ത് ചെയ്യും? 21 വർഷം കൊണ്ട് ഇവിടെ എന്താവില്ല? 4 മടങ്ങ് ആവില്ല. 4 മടങ്ങ് ആവണമെങ്കിൽ 21.4 വർഷം എടുക്കണം. 21 അതായത് 21 വർഷവും ഏകദേശം 3.5 മാസത്തോളവും എടുത്തെങ്കിൽ മാത്രമേ ഇത് 4 മടങ്ങ് ആവുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോക്ക്, ഇതാണ് നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. സം ഓഫ് മണി ബിക്കംസ് മോർ ദാൻ 4 ടൈംസ്, അതായത് 4 മടങ്ങിൽ കൂടണം. 4 മടങ്ങിൽ കൂടണം. അതിനെത്ര കംപ്ലീറ്റ് ഇയർ എടുക്കുമെന്നുള്ളതാണ്. 21 എഴുതി കഴിഞ്ഞാൽ അത് തെറ്റ്. 21 വർഷം കൊണ്ട് 4 മടങ്ങ് പോലും ആവില്ല. അപ്പോൾ 21 കഴിഞ്ഞ് 21 പോയിന്റ് സംതിങ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? 4 മടങ്ങാവും. അപ്പൊ ആൻസർ എന്തേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ? 22 ആണ്. 22 പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 22 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് 22 എടുത്തത്? നമ്മൾ 21 വർഷം 21.4 വർഷം ആകുമ്പോഴേ ഇതെന്ത് ചെയ്യുന്നുള്ളൂ? 4 മടങ്ങ് ആവുന്നുള്ളൂ. ഈ 4 മടങ്ങാകാൻ എത്ര കംപ്ലീറ്റ് ഇയർ? 21 എടുക്കാൻ പറ്റത്തില്ല. 21 4 മടങ്ങ് ആവത്തില്ല. 21 സംതിങ് കഴിയുമ്പോഴേ 4 മടങ്ങ് ആവത്തുള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് പറയണം? 22 ഇയേഴ്സ്, 22 വർഷം എന്നാണ് നമ്മൾ ആൻസറിലേക്ക് പോവേണ്ടത്. 22 ഇയേഴ്സ് ആണ് ഓപ്ഷൻ സി. നോക്കാം, ഓപ്ഷൻ 20, 21, 22, 23 ഇത് മൂന്നുകൊണ്ട് ഓപ്ഷൻ ഇങ്ങനെ തന്നെയായിരുന്നു ഓപ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സംഭവം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് പീക്ക് ലെവലിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഷോർട്ട് കട്ടും പറയാം, ശരിക്കുള്ള നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലം ചെയ്യാം. എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 4 ഇയേഴ്സ്. ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, അത് ഡബിൾ, അത് 2p ആയി. എത്ര വർഷം കൊണ്ട്? 4 ഇയർ കൊണ്ടായി. അതേ സം ഇൻ ഹൗ മച്ച് ടൈം will it become 7 times at the same rate of interest? അതേ പ്രിൻസിപ്പിള് 7p ആവാൻ, അതായത് 6p ഇൻക്രീസ് ആവാൻ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡിലും കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് ഞാൻ പറയും. ഇപ്പൊ പഠിച്ച മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 4 വർഷം കൊണ്ട് 2p ആയി. 2p ആയെന്ന് പറഞ്ഞാൽ 1p ആണ് ഇൻക്രീസ് ആയത്. 1p ഇൻക്രീസ് ആകുമ്പോൾ 100 എടുക്കണം. 100/4 എത്ര? 25% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്താവണം? ഇത് എന്താണ്? 7p ആവണം. എത്ര വർഷം കൊണ്ടെന്നാണ് ചോദിക്കുന്നത്. 7p ആവാൻ എന്താണ്? 600 ആണ് എടുക്കേണ്ടത്. 600 എത്രയാണ്? 25 ആണ് നമ്മൾ ചെയ്യുന്നത്. എത്ര കിട്ടും? നമുക്ക് 100ൽ 4 അല്ലേ? 100ൽ 4 ആകുമ്പോഴത്തേക്ക് പിന്നെ 600 ആകുമ്പോൾ 6 4 24 എത്ര? 24 വർഷം, 24 ഇയർ കൊണ്ട് എന്ത് ചെയ്യും? 7p ആയിട്ട് മാറും എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിൽ. ഇത് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. നോക്കിയിരുന്നേ, പി എന്ന് പറയുന്നത് 2p ആയിട്ട് മാറി. അതായത് 1p ഇൻക്രീസ് ആയി. എത്ര വർഷം കൊണ്ട്? 4 ഇയർ കൊണ്ട്. അപ്പൊ പി എന്ന് പറയുന്നത് 2p ആയി. അതായത് 1p ഇൻക്രീസ് ചെയ്തു. എത്ര വർഷം കൊണ്ട്? 4 വർഷം കൊണ്ട്. അപ്പോൾ 1p കൂടാൻ എത്ര വർഷം എടുക്കും? 4 വർഷം എടുക്കും. ഇതേ പി എത്രയായി? 7p ആവാൻ, അതായത് എത്ര p ഇൻക്രീസ് ചെയ്യണം? 6p ഇൻക്രീസ് ചെയ്യണം. തന്നെ 6p ഇൻക്രീസ്, അതായത് 1p ഇൻക്രീസ് ചെയ്യാൻ 4 വർഷം. അപ്പൊ 6p ഇൻക്രീസ് ചെയ്യാൻ എത്ര വർഷം എടുക്കണം? യെസ്, 1p ഇൻക്രീസ് ചെയ്യാൻ 4 വർഷമാണെങ്കിൽ 6p ഇൻക്രീസ് ചെയ്യാൻ 6 × 4 24 ഇയേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ആൻസർ കിട്ടും. 24 ഇയേഴ്സ് ആണ് ആൻസർ. ഈസി, വളരെ ഷോർട്ടായിട്ട് വളരെ പെട്ടെന്ന് അടിക്കാൻ പറ്റും അല്ലേ? വളരെ വിത്തിൻ സെക്കൻഡ്സ്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഈ മെത്തേഡ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം അല്ലേ? What will be the ratio of simple interest earned by a certain amount at the rate of interest for 8 years and 20 years? അപ്പോൾ നോക്കാം, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? റേഷ്യോ കണ്ടുപിടിക്കണം. What will be the ratio of simple interest
ഏൺഡ് ബൈ എ സർട്ടൈൻ എമൗണ്ട്. അപ്പോൾ എമൗണ്ട് സെയിം ആണ്. ഇവിടെ രണ്ട് സ്ഥലത്തും എന്ത് സെയിം ആണ്? എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ട് സ്ഥലത്തും ഉള്ള പ്രിൻസിപ്പൾ എമൗണ്ട്. നമുക്ക് വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ എ സർട്ടൈൻ എമൗണ്ട്, സർട്ടൈൻ സം എന്ന് എഴുതിയാലും മതി കേട്ടോ. സർട്ടൈൻ എമൗണ്ട് എന്ന് വായിക്കണ്ട, നിങ്ങൾ സർട്ടൈൻ സം എന്ന് വായിച്ചാൽ മതി കേട്ടോ. സർട്ടൈൻ എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 8 years ആൻഡ് 20 years. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരേ പ്രിൻസിപ്പൾ, അതായത് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് എത്ര വർഷത്തേക്ക്? അവിടെ 8 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും 20 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പളും സെയിം ആണ്. നമുക്ക് എന്തിന്റെ റേഷ്യോ വേണ്ടത്? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടും എന്നുള്ളതിന്റെ റേഷ്യോ ആണ് വേണ്ടത്, അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എന്താണ്? സെയിം ആണെന്ന് പറയുന്നു, അല്ലെ? വിത്ത് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? 6 എന്ന് കൊടുത്തു. ഇൻറ്റു എത്ര വർഷം? PNR by 100. നമുക്ക് എന്ത് ചെയ്യാം? ആ എന്നും കൂടെ കൊടുക്കാം. എത്ര? 8 years. ആദ്യം 8 പറഞ്ഞുകൊണ്ട് 8 എഴുതാം കേട്ടോ. by 100 ഈസ് അടുത്തത് വീണ്ടും P ഇൻറ്റു R. എന്ന് പറഞ്ഞാൽ എന്താണ്? ആറും ബിയും സെയിം ആണ്, അല്ലേ? ഇവിടെ നമുക്ക് 20 ആണ് by 100. ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. റേഷ്യോ കണ്ടുപിടിക്കാം. 100 ക്യാൻസൽ ആയി പോകും. അപ്പുറത്തും ഇപ്പുറത്തുള്ളതിന് എന്ത് ചെയ്യാം? ഒരുപോലുള്ളതിന് പിയും ബിയും ക്യാൻസൽ ചെയ്യാം, 6 ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് 8:20 ആണ്. വെട്ടിച്ചെറുതാക്കാം. എത്ര കൊണ്ട് ഭാഗിക്കാം? 4 കൊണ്ട്. ഇവിടെ 2, ഇവിടെ 5. 2:5 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നെന്ന് വിചാരിച്ചോ? പ്രിൻസിപ്പള് സെയിം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യത്തത് 10%, രണ്ടാമത്തതിന് R1 10%, R2 രണ്ടാമത്തത് നമുക്കൊരു 20%. നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ആദ്യത്തേൽ 8, രണ്ടാമത്തേൽ 20. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ എന്ത് കൊടുത്താൽ മതി? P ഇൻറ്റു R 10 ഇൻറ്റു അത് കഴിഞ്ഞ് എന്താണ് 8 by 100 ഈസ് ടു P ഇൻറ്റു എത്രയാണ്? 20 ഇൻറ്റു N20 by 100. 100 ക്യാൻസലായി പോയി. ഇനി എന്ത് ചെയ്യുക? പിയും ബിയും ക്യാൻസലായി പോയി. ഈ 0 ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് 8:40 ആണ്. വെട്ടിച്ചെറുതാക്കി എത്ര ഉണ്ട്? 4 കൊണ്ട് വെട്ടാം, അല്ലേ? 4 കൊണ്ട് വെട്ടുമ്പോൾ 2, ഇവിടെ 10, അല്ലേ? വീണ്ടും വെട്ടാൻ പറ്റും. 1:5 ആണ്. എന്ത് തന്നപ്പം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി തന്നപ്പോൾ. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് എല്ലാം തരുന്നു. എന്ത് തന്നു? പ്രിൻസിപ്പൾ ഒന്നാമത്തത് 10,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് 10%. നമ്പർ ഓഫ് ഇയേഴ്സ് 8. ഇത് ഒന്നാമത്തതാണേ. ഇനി രണ്ടാമത്തെ സ്കീമിന്റെ കാര്യം പറയുന്നു. രണ്ടാമത്തെ സ്കീമിന്റെ കാര്യം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഒരു 20,000. പ്രിൻസിപ്പൾ ഒരു 20,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് 10. സെയിം. എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സെയിം മെത്തേഡ്. ആദ്യത്തെ എന്തുവാ? 10,000 PNR 8 വർഷം, 10 by 100 PNR ഈസ് ടു രണ്ടാമത്തെ ഗ്രൂപ്പ് 20,000 ഇൻറ്റു എത്രയാണ്? 10 ഇൻറ്റു 5 ബൈ എത്രയെന്ന് എഴുതാം? 100 ക്യാൻസലായി പോവും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 4 0 ക്യാൻസലായി പോയി. ഇവിടുത്തെ ഒരു 0 ക്യാൻസലായി പോയി. ഇനിയുള്ളത് ഇവിടെ 8 മാത്രമേ ഉള്ളൂ. ഈസ് ടു ഇവിടെ 2 ഇൻറ്റു 1 ഇൻറ്റു 5 10 ആണുള്ളത്. വെട്ടിച്ചെറുതാക്കുമ്പോൾ 4:5 എന്ന് ആൻസർ. കണ്ട? എന്ത് കൊടുത്താൽ മതി? വാല്യൂസ് മാത്രം കൊടുത്ത് എന്ത് ചെയ്യുക? നമ്മളിതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇവിടെ ബാക്കി എല്ലാം സെയിം ആണെന്ന് പറയുന്നു. എന്ത് മാത്രമേ കണ്ടുപിടിച്ചോളൂ? നമുക്ക് ഈ പറയുന്ന ഇയർ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇയറിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തു. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. A sum of rupees 15,600 is invested partly at 7% per annum and the remaining at 9% per annum simple interest. If the total interest at the end of 3 years is rupees 3,738, in how much money was invested at 7% per annum എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഷോർട്ട് കട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ മിക്സർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഷോർട്ട് കട്ടായിട്ട് ചെയ്യാം. അതായത് മിക്സർ ആൻഡ് അലിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ആവറേജിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മിക്സർ ആൻഡ് അലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൻ്റെ കുറേ ചോദ്യങ്ങളൊക്കെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും, മിക്സർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിവിടെ മിക്സർ ആൻഡ് അലിഗേഷൻ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പേ പറയുന്നുള്ളൂ. അഥവാ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സർ ആൻഡ് അലിഗേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് മിക്സർ ആൻഡ് അലിഗേഷൻ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, എന്താണ് മിക്സർ ആൻഡ് അലിഗേഷൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രിലിംസ് എക്സാമിന് മുമ്പായിട്ട് ഒരു മിക്സർ ആൻഡ് അലിഗേഷൻ്റെ ഒരു ക്ലാസ് എടുത്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എന്താണ് എക്സാമിന് മുമ്പ് എന്ത് ചെയ്യാം, മിക്സർ ആൻഡ് അലിഗേഷൻ്റെ ഒരു അരമുക്കാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ എന്താണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. മിക്സർ ആൻഡ് അലിഗേഷൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മിക്സർ ആൻഡ് അലിഗേഷൻ പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ ചോദിക്കാം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ മിക്സർ ആൻഡ് അലിഗേഷൻ ഈ ചോദ്യം ഞാൻ ഡയറക്റ്റ് മിക്സർ ആൻഡ് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് മനസ്സിലാവത്തില്ല. മിക്സർ ആൻഡ് അലിഗേഷൻ ഒരു ബേസ് ഉണ്ട്, ആ ബേസ് തൊട്ട് പഠിച്ച് വന്നാൽ മാത്രമേ മിക്സർ ആൻഡ് അലിഗേഷൻ നിങ്ങൾക്ക് ഉപയോഗമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിക്സർ ആൻഡ് അലിഗേഷൻ ആവശ്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മിക്സർ ആൻഡ് അലിഗേഷൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഭയങ്കര സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു കാര്യം ഞാൻ പറയുന്നു, അത് ചുമ്മാ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതൊരു ബേസ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഒക്കുമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ മിക്സർ ആൻഡ് അലിഗേഷനും കൂടെ 1-2 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞുതരാൻ നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം ഉള്ളത് 15,600 റുപ്പീസാണ് എൻ്റെ കയ്യിൽ പ്രിൻസിപ്പളായിട്ടുള്ളത്. ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്ന് 7% ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ കൊണ്ടുവന്ന് കുറച്ച് പൈസ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. ബാക്കി കുറച്ച് പൈസ എത്രയാണ് 9% ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഓരോ ബാങ്കിലും എത്ര രൂപ വെച്ച് നിക്ഷേപിച്ചു എന്ന് നമുക്ക് അറിയില്ല. സോ ലെറ്റ് us കൺസിഡർ ഈ 7% കിട്ടുന്ന ബാങ്കിൽ ഞാൻ X റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എക്സ് എന്താണ് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൊത്തം ഉള്ളത് 15,600 റുപ്പീസാണ് എൻ്റെ കയ്യിൽ മൊത്തം ഉള്ളത്. ഈ മൊത്തമുള്ള കാശിൽ കുറച്ച് പൈസ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നാമത്തെ ബാങ്കിൽ കൊണ്ടുവന്ന് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അത് എക്സ് ആണ്. എനിക്ക് എത്രയെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത്, എക്സ് എന്ന് കൊടുത്തത്. ഇനി രണ്ടാമത്തെ ബാങ്കിൽ ഞാൻ എത്രയായിരിക്കും കൊടുത്തിട്ടുള്ളത്, അത് 15,600. അതായത് മൊത്തം കാശിൽ നിന്ന് ഒന്നാമത്തെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത കാശ് അങ്ങ് പോയി. ഇതാണ് ഒന്നാമത്തെ ബാങ്ക്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പ്രിൻസിപ്പൾ കിട്ടി. ഇത് ഒന്നാമത്തെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ, ഇത് രണ്ടാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ. രണ്ട് ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് ഒരു കാര്യം കൂടെ വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. രണ്ട് ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സും കൂടെ ഉണ്ട്, അത് 3 ഇയേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇയേഴ്സ് രണ്ട് ബാങ്കും 3 ഇയേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പോയിന്റ്സ് എല്ലാം എഴുതി. ഇനി ഈ കിട്ടിയ ഇൻട്രസ്റ്റ് രണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടുമ്പോൾ, രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 3738 രൂപ വരണം. പോയിന്റ് ക്ലിയർ ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്താ സംഭവം, ഒന്നാമത്തെ ബാങ്കിൽ 7% പലിശ നിരക്കിൽ X റുപ്പീസ് 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. രണ്ടാമത്തെ ബാങ്കിൽ 9% പലിശ നിരക്കിൽ 15,600 നിന്ന് എക്സ് പോയത് എത്രയാണോ, ആ 7% നിക്ഷേപിച്ചതിന് ബാക്കി എത്രയാണോ അത് ഇവിടെ എന്ത് ചെയ്തു, രണ്ടാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അത് 3 വർഷം. ഈ രണ്ട് ബാങ്കും കൂടെ ചേർന്ന് എനിക്ക് 3738 രൂപ, 3738 റുപ്പീസ് എനിക്ക് എന്ത് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഇനി എൻ്റെ ചോദ്യം, 7% രൂപയ്ക്ക്, അതായത് 7% സിമ്പിൾ ഇൻട്രസ്റ്റിന്, 7% ഇൻട്രസ്റ്റിന് എത്ര രൂപയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്? ദാറ്റ് മീൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ആ എക്സിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശരി, നമുക്ക് നമ്മുടെ PNR/100 ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം.
അപ്പോൾ PNR by 100 നമ്മളെ ഇക്വേഷൻ അറിയാലോ, PNR by 100 ആണ് നമ്മുടെ ഇക്വേഷൻ. ആദ്യം ഇതിന് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ₹X ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, എനിക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് N 3 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ആണ്, by 100. അപ്പോൾ ഇതിൽ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ നോക്കാം. എത്രയാണ്? 15,600 നിന്ന് X പോണം. ആ പൈസയ്ക്ക് എത്ര പെർസെൻറ്റേജ്? 9% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ by 100 കിട്ടി അല്ലേ? അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടണം? 3738 കിട്ടണം. 3738 കിട്ടണം അല്ലേ? 3738 ആണ് കിട്ടേണ്ടത്. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാം. ഇത് ഇന്ത്യ 21x by 100 അല്ലേ? 3 × 7 21 ആണ് 21x. ഓക്കെ, ഇത് നമുക്ക് ഇന്ത്യ ചെയ്യുമ്പോഴത്തേക്ക് മുമ്പ് 27 എന്നാണ് പറഞ്ഞത്. ഓക്കെ, 27 ഇൻറ്റു എക്സ് ചെയ്യണം, 27 ഇൻറ്റു 15600 ചെയ്യണം അല്ലേ? ഇതെങ്ങനെ വന്നു? 3 9 27 ബ്രാക്കറ്റിനകത്തുള്ള അവിടെ നിൽക്കട്ടെ. 3 9 27 ഇൻറ്റു എക്സ് ചെയ്യണം, 27 ഇൻറ്റു 15600. അപ്പോൾ 27 ഇൻറ്റു 15600 മൈനസ് 27x ബൈ എന്ത് 100 ഈക്വൽ ടു 3738. ഇത് ക്ലിയർ ആണോ നോക്കുക? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ തരുന്നത്. ഓക്കെ, ഇനി രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? 27 ഇൻറ്റു 156 ചെയ്യാം. 27 ഇൻറ്റു 156 കൂടെ ചെയ്യാം. 27 ഇൻറ്റു അപ്പോൾ 156, 6 7 42 2. ഓക്കെ, 6 7 42, 7 5 35, 39 3, 1 7 3 10, 12 1 10 11 3. നോക്കാം, 2 1 2 4. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഉള്ളത് 21x ബൈ എന്ത് 100 എന്ന് കിട്ടി. ഓക്കെ, പ്ലസ് 27 ഇൻറ്റു 156, 27 ഇൻറ്റു 156 ചെയ്തപ്പോൾ 4 2 1 2, 4 2 1 2, പിന്നെന്തുണ്ട്? 2 0 ഉണ്ട്, മൈനസ് 27x ബൈ 100 ഈക്വൽ ടു 3738. ഓക്കെ, ക്ലിയർ ആണല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് എഴുതാം. ഒരുമിച്ച് എഴുതുമ്പോൾ എത്ര കിട്ടും? എന്താണ് ഇവിടെ 42 1 2 2 0 ഉണ്ട്. 21x നിന്ന് 27x പോകുമ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ് ആണ് വരുന്നത് അല്ലേ? മൈനസ് എത്ര വരണം? മൈനസ് 6x ആണ് വരുന്നത്. ബൈ 100 ഉണ്ട്, ഈ ബൈ 100നെ തൂക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്തായി? 3738 ഇൻറ്റു 100 ആവണം അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? മൈനസ് 6x ഈക്വൽ ടു 3738 100 മൈനസ് 421 200 ചെയ്യുമ്പോൾ മൈനസ് 6x കിട്ടും. മൈനസ് 6x എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 42 എന്താണ്? 42120 മൈനസ് 3738 381 ഉണ്ടല്ലേ? 381 ഇല്ല കേട്ടോ, 381 ഇല്ല, ഇവിടെ 00 മാത്രമേ ഉള്ളൂ കേട്ടോ. എഴുതി തെറ്റിപ്പോയി, 00. ഓക്കെ, 381 ഇല്ല, ഇവിടെ എന്താണ്? 01 ഇല്ല കേട്ടോ. ഇവിടെ ഉള്ള വാല്യൂ എന്താ? 373800 മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 00 പോയി, 12 ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? 4 വരും. ഇവിടെ 10 ഉള്ളൂ, 12, ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 3, 4 7 4 400 അല്ലേ? മൈനസ് 4 7 400 എന്നാണ് വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസും ക്യാൻസലായി പോയി. 4 7 400 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. എത്ര കിട്ടും? നമുക്ക് നോക്കാം, എത്ര കിട്ടും നോക്കാം. 6 7 42, 6 7 42, 7 ബാക്കി 54 ആണ്. 900 എത്ര കിട്ടി? 7900. 7900 ആണ് ഒന്നാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ഒന്നാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 7,900 ആണെങ്കിൽ രണ്ടാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കിട്ടും അല്ലേ? എത്രയായിരിക്കും? 7,700 ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ 15,600 നിന്ന് 7,900 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7,700 ആയിരിക്കും കേട്ടോ. 7,700 ആണെന്ന് തോന്നുന്നു. 7,700 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കണം. അതായത് വേറെ ഒന്നും ചെയ്തില്ല, കാൽക്കുലേഷൻ കുറച്ച് സ്പീഡാണെങ്കിൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. കാൽക്കുലേഷൻ കുറച്ച് സ്പീഡാണെങ്കിൽ മാത്രം പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. അതായത് ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തെ ബാങ്കിൽ 7% പലിശ നിരക്കിൽ ₹X 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തത് 9% പലിശ നിരക്കിൽ മൊത്തം 15,600 എൻ്റെ ഉള്ളൂ. 15,600 നിന്ന് നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് X പോയി കഴിഞ്ഞാൽ ബാക്കി ഇതാണ് ഞാൻ രണ്ടാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അത് 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ 3 വർഷം കൊണ്ട് രണ്ട് ബാങ്കും കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയത് 3,788 ആണ് എനിക്ക് എന്തായിട്ട് കിട്ടിയത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി ഞാൻ പറഞ്ഞത് X ₹3,700 പ്ലസ് ഇതെന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 വർഷത്തേക്ക് ഇത് കിട്ടുന്നു. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നത്? 7,900 എന്ന് കിട്ടുന്നത്. ഇതെന്ത് മെത്തേഡ്? ശരിക്കുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു മിക്സഡ് ആൻഡ് അലിഗേഷനിൽ ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ മിക്സഡ് ആൻഡ് അലിഗേഷനിൽ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം എന്താണ്, അഥവാ ഇത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, ഇല്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഞാൻ എന്ത് ചെയ്യാം? മിക്സഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ് വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇപ്പം നിങ്ങളെ മൊഡ്യൂൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പിന്നീട് എന്താണ് ഈ നമ്മളെ മൊഡ്യൂളൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ മിക്സഡ് അലിഗേഷൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ അത് ഉറപ്പായിട്ട് തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സഡ് അലിഗേഷനിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കുകയാണ്. ഇതെന്തിനാണ് മിക്സഡ് അലിഗേഷൻ നിങ്ങൾക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിലിംസിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് മിക്സഡ് അലിഗേഷനിൽ പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവാത്തത് എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കണം. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഓരോ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്കത് ലൈവിലൊക്കെ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ മെൻറ്ററെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എത്രയാണ് എന്താണ് എന്നുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഞാനിത് മിക്സഡ് അലിഗേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒന്നാമത്തെ ബാങ്ക്, രണ്ടാമത്തെ ബാങ്ക്, മൂന്നാമത്തെ, അതായത് രണ്ടും കൂടെ ചേർന്ന്, അതായത് 3 വർഷത്തേക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 3,738. അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3,738 എത്ര കൊണ്ട് ഭാഗിച്ചാൽ മതി? 3 കൊണ്ട് ഭാഗിച്ചാൽ മതി. 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 3 കൊണ്ട് ഭാഗിച്ച് 1, 2, 13 ആണ്. 13-നകത്താകുമ്പോഴത്തേക്ക് 4 ആണ്. ബാക്കി 1 ശിഷ്ടം 6. 1,246 രൂപയാണ് ഒരു വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. 3 വർഷത്തേക്ക് 3,738 ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്നത് 1,246 ആണ്. ഓക്കെ, ഇനി എൻ്റെ കയ്യിലുള്ള മൊത്തം 15,600 ആണ്. അതിൻ്റെ 7%ഉം 9%ഉം കണ്ടുപിടിക്കും. 7% എന്ന് വെച്ചാൽ ആദ്യം എന്താണ്? ആദ്യം 7% ഡെപ്പോസിറ്റ് ചെയ്തു, അത് 9%. നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്തിനാണ് 15,000 മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഡൗട്ട് വരും. അതാണ് മിക്സഡ് അലിഗേഷൻ്റെ ഉള്ള ഒരു ഡൗട്ട്. ആ ഡൗട്ട് മനസ്സിലാക്കിയെടുക്കാനാണ് ബേസ് തൊട്ട് പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഒന്ന് ചെയ്യുകയാണ്. 15,000 എന്താണ് 600 7% കണ്ടുപിടിക്കണം. 10% 1%. 1% എത്രയാണ്? 156 ആണ്. അപ്പോൾ 7% കണ്ടുപിടിക്കാൻ പറ്റും. 700 350 6 7 42 2 9 10. ഇതാണ് എത്രയെന്ന് പറയുന്നത്? 7%. ഇതിനടുത്ത് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? 9% കണ്ടുപിടിക്കാം. 9% കണ്ടുപിടിക്കാൻ 156 അല്ല 1% എത്ര കിട്ടും? 900. എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ 156 × 9 ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡാണ് എനിക്ക്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 900 450 97 96 54. ഓക്കെ, 4 0 1404 കിട്ടും. 9 1 10 4 14. ഓക്കെ, 1404 എന്നാണ് വരുന്നത്. 1400. ഇനി ഞാൻ ചെയ്യണേ എങ്ങനെ നോക്കണേ? ആദ്യം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് 7%. 7% 15,500 7% എന്ന് പറഞ്ഞാൽ 1092 ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. രണ്ടാമത്തത് 1404. രണ്ടും കൂടെ ചേർന്ന് ഒരു വർഷം കൊണ്ട് കിട്ടുന്നത് 1,246. ഇതിനെ അലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഇതിൻ്റെ എന്തെടുക്കുക, ഡിഫറൻസ് എടുത്താൽ മതി. ഡിഫറൻസ് എടുക്കാം. 1404 നിന്ന് ഡിഫറൻസ് എടുക്കാം. ഒരു കാരണവശാലും നെഗറ്റീവ് ഒന്നും എടുക്കുക. അതിൽ 1246 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ വന്നിട്ട് 8 ആണ് അല്ലേ. 14 ആകുമ്പോഴത്തേക്ക് 8. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 9 ഉണ്ട്. 9 ആകുമ്പോഴത്തേക്ക് 5. ഇവിടെ എത്രയുണ്ട്? 3 ഉണ്ട്. 3 ആകുമ്പോഴത്തേക്ക് 2 പോകുമ്പോഴത്തേക്ക് 1. 158. ഇവിടെ നിങ്ങളുടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 158 എന്ന് കിട്ടി. ഇത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് നോക്കാം. 154 ആയിരിക്കും കേട്ടോ. നോക്കാം. 1246 10 92 4 14 ആകുമ്പോഴത്തേക്ക് 14 9 ആകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, 154. ഓക്കെ, ഇത് റേഷ്യോ ആണ്. എന്ത്? ഇത് 7% ഡെപ്പോസിറ്റ് ചെയ്തതും ഇത് 9%. അവരുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് ഈ കാണുന്നത്. ഇതിനെ വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ 79:77 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബാങ്കിൽ 79 യൂണിറ്റും രണ്ടാമത്തെ ബാങ്കിൽ 77 യൂണിറ്റും എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ബാങ്കിൽ 79 യൂണിറ്റ്, രണ്ടാമത്തെ ബാങ്കിൽ എന്താണ്? 77 യൂണിറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 156 യൂണിറ്റ് ആണ്. 156,00 മൊത്തം കാശ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 156 വരും. 156 കിട്ടും. ഈ 156 ആണ് എന്തെന്ന് പറയുന്നത്? 15,600 എന്ന് പറയുന്ന കാശ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? നമുക്ക് 1 യൂണിറ്റ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. 1 യൂണിറ്റ് 100 ആണെങ്കിൽ ഒന്നാമത്തെ ബാങ്കിൽ 79 യൂണിറ്റ് 79 × 100 നമ്മൾ ചെയ്യുന്നു 7900. രണ്ടാമത്തെ ബാങ്കിൽ 7700. ഇതാ ഇങ്ങനെയാണ് രണ്ട് ബാങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? കാശ് നമുക്ക് ഒന്നാമത്തെ ബാങ്കിൽ 7900 എന്നും രണ്ടാമത്തെ ബാങ്കിൽ 7700 എന്നും. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് അലിഗേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ കിട്ടിയ റേഷ്യോ എന്തിൻ്റെ റേഷ്യോ ആണ്? പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആണ്. ഇങ്ങനെ ഒരുപാട് ഡൗട്ട് എങ്ങനെയാടാ നിങ്ങൾ ഇതും നിങ്ങൾ മൊത്തം എടുത്തത് എന്തുകൊണ്ട്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ, ഈ ഇൻട്രസ്റ്റ് അലിഗേറ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ വരാനുള്ള കാര്യം എന്ത്? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് മിക്സഡ് അലിഗേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് അലിഗേഷൻ പറയാത്തത്. നിങ്ങൾക്ക് വേറെ ക്ലാസ് എടുത്തു തരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അറിയാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ബേസൊക്കെ മനസ്സിലായവർക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഇതൊന്ന് നമുക്ക് ഈ മിക്സഡ് അനലൈസ് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.